ഫാത്തിമ പാൻക്രിയാസിന് രോഗം ബാധിച്ച് ചികിത്സ തുടങ്ങിയിട്ട് 7 വർഷമായി. മൂത്ത മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മോൾക്ക് വയ്യാതാവുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് രോഗം കണ്ടുപിടിക്കാൻ തന്നെ 2 വർഷത്തോളം എടുത്തു. മൂത്ത ആൾക്ക് മരണം വരെയും ഈ മെഡിസിൻ എടുത്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. മോളുടെ രോഗം കണ്ടുപിടിക്കുക ഒരുപാട് വൈകി പോയതുകൊണ്ട് തന്നെ മോൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഫാത്തിമയുടെ ശസ്ത്രക്രിയ ഉൾപ്പെടെ കഴിഞ്ഞു. പക്ഷേ മരുന്നിലാണ് ജീവിതം. ഇതിനിടെ ഇളയ മകൾ ഫാദിയയ്ക്കും ഇതേ അസുഖം സ്ഥിരീകരിച്ചു. ഇളയാൾക്ക് 5ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ വയ്യാണ്ടാവുന്നത്. എല്ല് പൊട്ടും, പെട്ടെന്ന് തട്ടിയാൽ പോലും എല്ല് പൊട്ടുന്നൊരവസ്ഥ. ഇപ്പോൾ വായുടെ ഇവിടുത്തെ ഭാഗത്തെ എല്ല് പ്രശ്നമായിട്ട് സർജറി പറഞ്ഞേക്കും. മോൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. പണമില്ലാത്തതിനാൽ പലപ്പോഴായി കുത്തിവയ്പ് മുടങ്ങിയിട്ടുണ്ട്. ഇളയാളെ ജീവൻ രക്ഷിക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് നമ്മളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ. ഒരു പണിക്കും പോകാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. മരുന്നിനു മാത്രം ലക്ഷങ്ങൾ വേണം. വീടിന്റെ വാടക, നിത്യച്ചെലവുകൾ. മുന്നോട്ടെങ്ങനെയെന്ന് ഷംലയ്ക്ക് അറിയില്ല. സുമനസ്സുകൾ കനിയണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.